Hi friends, welcome to Travel Berries. Today's destination Souk Al Marfa. സൂക്ക് അൽ മർഫ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ധേര ഐലൻഡിലാണ്. ഒരുപാട് വൈവിധ്യമാർന്ന വലിയ തോതിലുള്ള ഒരു ഷോപ്പിംഗ് കേന്ദ്രമാണ് സൂക്ക് അൽ മർഫ. ഇത് നഖീൽ മോൾസും DP വേൾഡും തമ്മിൽ ഒരു സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതി വികസിപ്പിച്ചെടുത്തത്. ഈ കാണുന്നതാണ് ധേര ഐലൻഡ്. ഒരു കടൽ നികത്തിയാണ് ഈ ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ടും ആ ഐലൻഡിൽ കൂടിയാണ്. റീറ്റെയിൽ ട്രേഡിംഗ് ഹബ്ബ് ആഴ്ചയിൽ 7 ദിവസവും വർഷത്തിൽ 365 ദിവസവും പ്രവർത്തിക്കും. ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് 2021 ഓഗസ്റ്റോടുകൂടിയാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റ് എന്നാണ് സൂക്ക് അൽ മർഫേനെ അറിയപ്പെടുന്നത്. ഈ ഒരു പദ്ധതിക്ക് ആദ്യം പേര് ഇട്ടിരുന്നത് ധേര ഐലൻഡ് നൈറ്റ് സൂക്ക് എന്നായിരുന്നു. പിന്നെ ഫെബ്രുവരി 2021 ആയപ്പോഴാണ് ഇതിന് സൂക്ക് അൽ മർഫ എന്ന് പേര് വന്നത്. കാർ യാത്രാ സമയം വെച്ചിട്ട് സൂക്ക് അൽ മർഫയിൽ നിന്ന് ദുബായ് മോളിലേക്ക് ഒരു അരമണിക്കൂറും പാം ജുമേറയിലേക്കും പിന്നെ ബുർജുൽ അറബിലേക്കും ഒരു 40 മിനിറ്റോളം യാത്രാ ദൂരമാണ് വരുന്നത്. ഇവിടുന്ന് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏകദേശം 25 മിനിറ്റ് മാത്രം ഡ്രൈവ് വരുള്ളൂ. പുതിയ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 1 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇൻഡോർ മാർക്കറ്റ് പ്ലേസ് ആയിട്ടാണ് ഈ സൂക്ക് അൽ മർഫ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ സൂക്ക് അൽ മർഫയുടെ അടുത്ത് തന്നെയുള്ള വേറെ കുറേ ആകർഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദുബായ് മ്യൂസിയം ഉണ്ട്, ദുബായ് ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, ദുബായ് ഇൻ്റർനാഷണൽ ബൗളിംഗ് സെൻറ്റർ, ദുബായ് ക്രീക്ക് പാർക്ക്, അൽ മംസർ ബീച്ച് പാർക്ക്, സബീൽ പാർക്ക്, ദുബായ് ക്രീക്ക് ഗോൾഫ് ആൻഡ് യാച്ച് ക്ലബ് ഉണ്ട്, പിന്നെ സിനിമാ ശാഖകളുണ്ട്. അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് അടുത്ത് തന്നെയുണ്ട്. ഫൈനലി ഞങ്ങൾ സൂക്ക് അൽ മർഫയുടെ എൻട്രൻസിലോട്ട് കയറുവാണ്. ഈ കാണുന്നതാണ് സൂക്ക് അൽ മർഫ. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് വണ്ടി ഇടാൻ പോവുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്, കാണാൻ അടിപൊളിയാണ്. ഒരു ഇൻഡോർ മാർക്കറ്റ് പ്ലേസ് ആയിട്ടാണ് സൂക്ക് അൽ മർഫ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ധേര ഐലൻഡിൽ ആദ്യത്തെ റീറ്റെയിൽ ഡെസ്റ്റിനേഷനായിട്ടാണ് ഈ സൂക്ക് അൽ മർഫയെ അറിയപ്പെടുന്നത്. കടൽ തീരത്ത് 1.9 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സൂക്കാണ്. ഈ കാണുന്നതാണ് എൻട്രൻസ് 1. ഇതുപോലെ എൻട്രൻസ് 2, എൻട്രൻസ് 3, എൻട്രൻസ് 4 എന്ന് പറഞ്ഞിട്ട് വേറെയും എൻട്രൻസ് ഒരുപാടുണ്ട്. എൻട്രൻസിലോട്ട് കയറുന്നതിന് മുന്നേ കാണുന്ന കാഴ്ച അത് ഗംഭീരമാണ്. ഈ പാം മരങ്ങളിലും പിന്നെ ഈ സൈഡ് വാൾസിലും ചെയ്തേക്കുന്ന ലൈറ്റ് വർക്ക്സ് അതിഗംഭീരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രസമാണ്. ദൂരെ നിന്ന് കാഴ്ചയിലും അടുത്ത് നിന്ന് കാണുന്നേക്കാളും ദൂരെ നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല രസം. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നു പോകുന്ന ഫ്ലൈറ്റാണ് കാണുന്നത്.
ഇവിടെ ഓരോ 3 മിനിറ്റിലും ഓരോ ഫ്ലൈറ്റ് പൊങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സൂക്കിൻ്റെ അകത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഈ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഇതാണ് എൻട്രൻസ് 1. ഈ എൻട്രൻസ് 1ൽ കൂടെയാണ് ഞാനിപ്പോൾ അകത്ത് പോകുന്നത്. ഈ കാണുന്ന സൈഡ് വാൾസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് 1നും കൂടെ അകത്തോട്ട് കയറുമ്പോൾ 2 വാൾസിലായിട്ട് വാളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ പോയിട്ട് ഞാൻ ആദ്യം റൈറ്റിലോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ആദ്യം റൈറ്റിലോട്ട് തിരിഞ്ഞു. ഈ സൂക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി AC ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഉച്ച സമയത്ത് വന്നാലും നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ വന്നാൽ പോലും നമുക്കിവിടെ ഭയങ്കര കംഫർട്ടാണ്. ഫുള്ളി AC ആണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദ ട്രഡീഷണൽ ദുബായ് അൽസീഫ് എന്ന് പറഞ്ഞിട്ട്. അതും ഒരു ഇതുപോലത്തെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പം അത് ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൈമറ്റ് നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് പറ്റില്ല. പിന്നെ വൈകിട്ട് ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴാണ് അത് നമുക്ക് കംഫർട്ടായിട്ട് വരും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണേ. ലോക്കലായിട്ടും ഇൻ്റർനാഷണലായിട്ടും ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് ഈ സൂക്ക് അൽ മർഫ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഏതൊക്കെ ഫോമിലാന്ന് വെച്ചാൽ ചെറിയ ചെറിയ റീറ്റെയിൽ സ്റ്റോഴ്സായിട്ടും പിന്നെ ചെറിയ കിയോസ്കുകൾ, ഷോറൂം, പിന്നെ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സൂക്കുള്ളത്. ഇതൊക്കെ കാണുന്നത് ഓരോ പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. പിന്നെ ഇത് ക്യാപ്പും വാച്ചും ഒക്കെ വേണ്ടിയിട്ടുള്ള ഷോപ്പ്. അതുകൂടാതെ കാർപ്പറ്റ്സിനുണ്ട്, പിന്നെ ഒരുപാട് ക്ലോത്ത്സിന്, പിന്നെ ചെറിയ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പിന്നെ ടോയ്സുകളുണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ വേണ്ടിയിട്ടും ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. പിന്നെ സ്പൈസസിന് വേണ്ടിയിട്ടുള്ള കടകളും ഷോപ്സ് ഉണ്ട്. ഈ അറബികളും യൂറോപ്യൻസൊക്കെ സ്മോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. ഇവിടെ നമുക്ക് കാണാം ഒരു മാസ്കിനായിട്ട് മാത്രം ഒരു ഷോപ്പ്. അങ്ങനെ പിന്നെ ഓരോ സ്ട്രീറ്റിലും ഓരോ കടകൾ, ഒരുപാട് കടകളുണ്ട്. ഓരോ സ്ട്രീറ്റിലും ഇഷ്ടംപോലെ സ്ട്രീറ്റുകളുണ്ട്. അതിലൊക്കെ ഓരോ വെറൈറ്റി ഓഫ് ഷോപ്സാണുള്ളത്. പിന്നെ ഡ്രസ്സിൻ്റെയൊക്കെ ആണെങ്കിൽ വിവിധ തരം ഡ്രസ്സുകളുണ്ട്. പല രാജ്യക്കാരുടെ ഓരോ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള AC, ഫ്രിഡ്ജ്, അങ്ങനത്തെ ഇലക്ട്രോണിക് ഷോപ്പുണ്ട്. ചില ഷോപ്സൊന്നും ഓപ്പൺ ആയിട്ടില്ല, അവർ പയ്യെ ഓപ്പൺ ആക്കുള്ളൂ. ഇപ്പം ഇത് തുടങ്ങിയിട്ട് 1 വർഷം ആയിട്ടേ ഉള്ളൂ ഈ ഒരു സൂക്ക് ഓപ്പൺ ആയിട്ട്. അപ്പം ഇനിയും കുറേ ഷോപ്പുകൾ ഓപ്പൺ ആവാനായിട്ടുണ്ട്. ഇതൊക്കെ ബാഗ്സിൻ്റെ ഷോപ്പാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രോളി, ലഗേജ് ബാഗ്സ്, അങ്ങനെ വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ കിട്ടുന്നത്. റേറ്റ് കമ്പാരിറ്റീവ്ലി മറ്റ് ഡേ ടു ഡേ പോലെയും അല്ലെ വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് പോലെയൊക്കെ നോക്കും കമ്പാരിറ്റീവ്ലി ഇവിടെ ഇച്ചിരി കൂടുതലാണ്. നല്ല ഉടുപ്പിൻ്റെയൊക്കെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്.
ഇപ്പം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് വേറെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ വെളിയിലിട്ടേക്കുന്ന അതിൻ്റെ പ്രൈസൊക്കെ 35 dirhams ആണ്. നമുക്ക് ചൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട്. എല്ലാ തുണികൾക്കും നല്ല ക്വാളിറ്റിയാണ്. അടുത്തത് ഇവരുടെ തന്നെ കിഡ്സിൻ്റെ കളക്ഷൻസാണ്. ഇതെല്ലാം കിഡ്സിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ്. അവരുടെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഷൂസും ഒക്കെ കാണാം. വെറൈറ്റി ഓഫ് കളക്ഷൻസ്. ഉടുപ്പുകൾ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഈ കാണുന്നത് പെർഫ്യൂമിൻ്റെ കളക്ഷൻസാണ്. നല്ല മണം, ഊത് പെർഫ്യൂംസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. കുപ്പികളുടെയൊക്കെ ഭംഗി ഒരു രക്ഷയില്ലാത്തതാണ്. ഈ കാണുന്നതൊക്കെ ഓരോ കാർപ്പറ്റിൽ അവർ ചെയ്തേക്കുന്നതാണ്. ഇത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഫോട്ടോയാണ്. അത് ഫോട്ടോ അവർ കാർപ്പറ്റിൽ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഓരോ ഫിഷ് ടാങ്കും അവർ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. 169, 450 dirhams അങ്ങനെ ഓരോ പല റേറ്റിനും അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്നത് കാർപ്പറ്റ്സ് ആണ്. കാർപ്പറ്റ്സ് ഇവിടെ അറബികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന കാർപ്പറ്റ്സ് ഒക്കെയാണ് അവർ. നല്ല പിന്നെ ഇവിടെ ഫിഷിൻ്റെ വെറൈറ്റി ഓഫ് ഫിഷ്, മറ്റേ ഫൈറ്റർ ഫിഷും ചെറിയ കളർ ഫിഷും ഒക്കെ ഉണ്ട് ഇവിടെ. എനിക്കൊന്ന് മറ്റിനപേക്ഷിച്ച് ഇതിനൊക്കെ റേറ്റ് കുറവാണ്. ഇത് 35 dirhams ഒക്കെയാണ് ഇട്ടേക്കുന്നത്. ഓരോ ഫിഷിനനുസരിച്ച് റേറ്റ് മാറും.
ഇതൊക്കെ ഓരോരോ പെയിൻറ്റിങ്സ് ആണ്. നല്ല മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. ഈ ഒരു വർക്ക് ഫിനിഷ് ആയിട്ടില്ല. വർക്കിൻ്റെ ഇതിലാണ്, പണിപ്പുരയിലായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം സോഫ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ വീഡിയോയിലെ കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട്, പാർട്ട് 2. അതിൽ ബാക്കി എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തി ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.